ഓക്കെ. അപ്പോൾ ഇന്ന് അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന ഒരു വാല്യൂ എഡ്യൂക്കേഷൻ ആണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു വാല്യൂ എഡ്യൂക്കേഷന്റെ ഒരു ക്ലാസ് നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി എടുക്കണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് ആണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് വാല്യൂസ് ആണ് നമുക്കറിയാം ക്ലീൻലിനെസ് എന്ന് പറയുന്നത്. വൃത്തി അല്ലെ, നമുക്ക് വൃത്തിക്ക് വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട് വൃത്തിയാക്കുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഒരു നമ്മുടെ ബാഗ്, സ്കൂൾ ബാഗിൽ പുസ്തകം നിറയ്ക്കുമ്പോഴും അല്ലെങ്കിൽ അതിന്റെ ഒപ്പം ടിഫിൻ ബോക്സ് വെക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വൃത്തിയും അതിന്റെ ഒരു പെർഫെക്ഷനും ഒക്കെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് സാധനവും വളരെ പൊടിയൊന്നും പിടിച്ചിരിക്കാതെ നോക്കും. നമ്മുടെ വിലപ്പെട്ട സാധനങ്ങൾ നമ്മൾ പൊടി പിടിച്ചിരിക്കുക, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ നല്ല നീറ്റായിട്ടിരിക്കണം നമുക്ക് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ആഗ്രഹം ഇല്ലാതെ ഇപ്പം, കാരണം അവരവരുടെ വേറെ പല കാര്യങ്ങളും ആലോചിച്ച് കൂട്ടി. പക്ഷെ എന്നാലും നമ്മള് ക്ലീൻലിനെസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആയുസ് വരെ കൂട്ടാൻ ഇത് സഹായിക്കും, ഈ ഒരു ക്ലീൻലിനെസ് എന്ന് പറയുന്ന സ്വഭാവം. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അലീന പോൾ, അനിറ്റ പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രസന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ക്ലീൻലിനെസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ ഇല്ലയോ എന്ന് പറയാം കേട്ടോ. ഓക്കെ സർ. കാണാം സർ. കാണാം സർ. കാണാമല്ലോ. കാണാം സർ. കാണാലോ അല്ലേ? ഇപ്പൊ ഞാൻ ഇതിൽ ക്ലീൻലിനെസ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം അല്ലേ? കാണാം സർ. ആരെങ്കിലും കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക. താഴെ ഞാൻ ഡെസ്ക്ടോപ്പിലാണ് ഓൺ ചെയ്തേക്കുന്നത്. എന്റെ പേരിൽ തന്നെ താഴെ പ്രസന്റേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ക്ലാസ് തുടങ്ങിയേക്കാണ്. ക്ലീൻലിനെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വൃത്തിക്ക് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പോവാം. അപ്പൊ നിങ്ങൾ 8ാം ക്ലാസ്സുകാർക്ക് അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യങ്ങൾ പറയാം. ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീൻലിനെസ്. ഇപ്പോൾ ക്ലീൻനെസ് ഈസ് എസെൻഷ്യൽ ഇൻ എവരിബഡീസ് ലൈഫ് ആൻഡ് റൂട്ടീൻ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വൃത്തി എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരുടെ ലൈഫ് റൂട്ടീനിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ആ കാര്യം. കാരണം നമ്മുടെ ജീവിതചര്യയിൽ അത്രമാത്രം എന്ത് കാര്യത്തിനും വൃത്തി എല്ലായിടത്തും പോകണം. ഇപ്പൊ നമുക്കൊരു ജോലിക്ക് പോകാൻ നേരത്ത് അന്വേഷിക്കാൻ നേരത്ത് നമ്മൾ വൃത്തിയുണ്ടോ എന്ന് ആ കാര്യം ശ്രദ്ധിക്കും. നമ്മുടെ ഞാനിപ്പോൾ ഷൂ ഇട്ടേക്കണോ ചെരുപ്പ് ഇട്ടേക്കണം. ഷൂ ഇട്ടേക്കുവാണെങ്കിൽ നന്നായിട്ട് പോളിഷ്ഡ് ആണോ എന്ന് നോക്കും. ചെരുപ്പ് ഇട്ടേക്കുവാണെങ്കിൽ നമ്മൾ നന്നായിട്ട് നഖം വെട്ടിയിട്ടുണ്ടോ എന്ന കാര്യം അവർ ശ്രദ്ധിക്കും. അത് നമ്മ ജോലിക്ക് പോകുമ്പോൾ മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്തുക്കൾ നല്ല വൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാവും. അതായത് സൈക്കോളജി ഉണ്ട്. അപ്പോ വൃത്തിയില്ലാത്തവന് സുഹൃത്തുക്കൾ കിട്ടുക എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല മനസ്സും ഭയങ്കര നല്ല മനസ്സാണ്. കൂടുതൽ അറിഞ്ഞാൽ മാത്രമാണ് ഭയങ്കര വൈകും അവർക്ക് സുഹൃത്തുക്കളെ കിട്ടാനായിട്ട്. അത് അപ്പോ വൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സുഹൃത്തുക്കളെ കിട്ടും. അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. അത് മാത്രമല്ല വേറെ പല കാര്യങ്ങളും. നമ്മളിപ്പോ പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളാണെങ്കിൽ മോസ്കിൽ പോകുന്നു, ഏത് ഇപ്പൊ സിഖ് ആണെങ്കിൽ ഗുരുദ്വാരയിൽ പോകുന്നു. എങ്ങനെയാണെങ്കിലും അവർക്ക് വൃത്തി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ റിലീജിയന് പോലും അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് വൈറ്റൽ ഫോർ എ ഹെൽത്തി മൈൻഡ്, സോൾ ആൻഡ് ബോഡി. നമ്മുടെ ശരീരത്തിനും നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് എല്ലാത്തിനും ഈ ക്ലീൻലിനെസ് വളരെയധികം ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ പുറമേ മാത്രമുള്ള ക്ലീൻലിനെസ് അല്ല, നമ്മുടെ മനസ്സിൽ നിന്നുള്ള ക്ലീൻലിനെസിനും വളരെയധികം ഇമ്പോർട്ടന്റ്. മനസ്സിന് ക്ലീൻലിനെസ് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഒന്നും ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് പറയാമോ? മനസ്സിൽ നമ്മൾ വൃത്തിയായിട്ടിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഡെയിലി? യെസ്, തെറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ പല തെറ്റുകളും. ഇപ്പൊ ക്രിസ്ത്യാനികളാണെങ്കിൽ 10 കൽപ്പനകൾ പഠിച്ചിട്ടുണ്ട്, അതൊന്നും ലംഘിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യുക. പിന്നെ അപ്പനമ്മകൾ നന്നായിട്ട് പെരുമാറുക, അതൊക്കെ 10 കൽപ്പനയിൽ പെട്ടതാണ്. ക്രിസ്ത്യാനിയാണെങ്കിൽ അത് തന്നെ പറ്റും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സുഹൃത്തുക്കളോട് നന്നായിട്ട് സംസാരിക്കുക. ഒരു കാരണവശാലും ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് മറ്റവരിലും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയായിരിക്കും. നമുക്ക് മനസ്സ് കുത്തി ഉണ്ടാവും.
പിന്നെ ഒരിക്കലും പ്രവണതയുണ്ട്. ഇപ്പൊ തെറി പറയാന്നതില്ല, ഒരിക്കലും തെറി വരരുത്. നമ്മുടെ മനസ്സിൽ ചിലപ്പോ പല ചീത്ത പറയാൻ തോന്നിയേക്കാം, പക്ഷെ നമ്മൾ ഒരിക്കലും പറയരുത്. പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ ബാഡ് ആയി പോകും. പിന്നെ മറ്റവർക്ക് വളരെയധികം ദോഷം ഉണ്ടാവും. നമ്മൾ പറയപ്പോ അപ്പൊ സൊസൈറ്റി അത്രമാത്രം താഴ്ന്നു പോകും. ആ ഒരു പെട്ടെന്ന് ആ ഒരു സമയത്തേക്ക് വേണ്ടി ചിലപ്പോൾ ചിലർക്ക് കുറച്ച് ആശ്വാസം കിട്ടിയേക്കാം, പിന്നെ അത് ലോങ് ടേം ഒരിക്കലും നിന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇന്റേണൽ ക്ലീൻലിനെസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ സംസാരിക്കുക. ഇപ്പൊ നമുക്ക് വിഷമം വരുവാണെങ്കിൽ തന്നെ അവരോട് പറയാ, നീ പറഞ്ഞ എനിക്ക് വിഷമമായി, അതിലൊരു ഒരു ഒരു കുറ്റവാദം അത്രയും നമ്മൾ താഴത്തില്ല. ആ സമയത്ത് ചിലപ്പോൾ ആരും കളിയാക്കിയേക്കാം, പക്ഷെ താഴത്തില്ല. നമ്മളൊരു മെച്യൂരിറ്റി കാണിക്കുക എന്ന് പറയും. ഇപ്പൊ അടുത്ത് പറയാം ക്ലീൻലിനെസിനെ കുറിച്ചാണ്. അപ്പൊ മെയിൻലി ഈ ടോപ്പിക്കിൽ ഞാൻ പറയുന്നത് മനസ്സിന്റെ ശുദ്ധിയല്ല കേട്ടോ, നമ്മൾ പുറമേ നിന്നുള്ള ശുദ്ധിക്കാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോ കൊടുക്കുന്നത്. അപ്പോ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആരാണ്? മോദി. നരേന്ദ്രമോദി അല്ലെ? മോദി. ഓക്കെ. അപ്പോ അദ്ദേഹം വന്ന സമയത്ത് ഒരു വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുത്ത ഒരു കാര്യമാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നൊക്കെ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ. സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലീൻ ഇന്ത്യ എന്ന് അതിന് വേറൊരു പേര് പറയും. നമ്മുടെ ഇന്ത്യനെ ഒന്ന് വൃത്തിയാക്കാതെ, അദ്ദേഹം മെയിൻലി ഇവിടെ അത് തുടങ്ങിയത് കാരണം എന്ന് വെച്ചാൽ ഗംഗാജലം വളരെ വൃത്തികേടായിരുന്നു. അപ്പൊ അതെങ്ങനെയെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങിയാണ്. BJP അധികാരത്തിൽ വന്നപ്പോൾ അപ്പൊ കുറെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, റിസൾട്ടുകളൊക്കെ ഉണ്ട്. അപ്പോ അതാണ് മെയിൻ സ്വച്ഛ് ഭാരത് അഭിയാൻ. അപ്പൊ അതിന്റെ മെയിൻ കാര്യം വിത്ത് ദിസ് ക്യാമ്പയിൻ people maintain high standards of cleanliness, hygiene all over the place, which includes home, public places, workstations, streets and many more. അപ്പൊ അതുകൊണ്ട് മെയിൻലി അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വൃത്തിയും വെടുപ്പും. ഏതൊക്കെ സ്ഥലങ്ങളിൽ, അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന സ്ഥലങ്ങൾ, ഫോർ എക്സാമ്പിൾ, പിന്നെ നമ്മുടെ വീടുകൾ, പബ്ലിക് പ്ലേസുകൾ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള സ്ട്രീറ്റ്സ്, പിന്നെ വർക്ക് സ്റ്റേഷൻസ്, നമ്മളിപ്പോ വലിയ ആൾക്കാർക്ക് ജോലി ചെയ്യുന്നവർ, ഇപ്പൊ ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നവര്, പിന്നെ സ്ട്രീറ്റുകൾ അല്ലെ, സ്ട്രീറ്റ്സ്, പിന്നെ നമ്മൾ എവിടെയൊക്കെ നമ്മൾ വൃത്തി ആക്കുക എന്നുള്ള ആ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ പീപ്പിൾ തോട്ട് ഇറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി ടു എൻകറേജ് ദ സെയിം സ്പിരിറ്റ് ടു ദെയർ ചിൽഡ്രൻ ആൻഡ് സ്റ്റുഡൻസ്. അപ്പൊ ആൾക്കാർ, അപ്പൊ വലിയ മുതിർന്നവരൊക്കെ അത് കൊണ്ടുവരുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരുടെ കുട്ടികളെ ഇപ്പോ അവര് കുട്ടികൾ തന്നെ, ഇപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ജനറേഷനും എങ്ങനെ വൃത്തി, ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തം വൃത്തി ഉണ്ടെങ്കിലാണ് മറ്റവർക്ക് നമുക്ക് വൃത്തി ഉണ്ട് എന്നുള്ള കാര്യം, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നമ്മൾ എന്തോ പഠിക്കുന്നു അതാണ് അടുത്ത ജനറേഷൻ പഠിക്കുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ വളർന്നു വരുമ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു കുടുംബം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അടുത്ത ജനറേഷന് പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ നേടിയ നോളജ് ഒക്കെയാണ് അടുത്ത ജനറേഷന് പകർത്തി കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മളിപ്പോ വളരുന്നത്, ഇപ്പൊ നിങ്ങളെ ടീനേജ് പ്രായമാണ്, അപ്പൊ നിങ്ങൾ എങ്ങനെ വളരുന്നു അതനുസരിച്ച് അടുത്തത് കുട്ടികളും അതനുസരിച്ച് രീതിയിൽ നമ്മൾ റോൾ മോഡൽ ആകും. ഏതെങ്കിലും കുഞ്ഞു കൊച്ചാണെങ്കിൽ അവർ അപ്പനെ അമ്മേനെയാണ് ഏറ്റവും കൂടുതൽ റോൾ മോഡൽ ആക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ റോൾ മോഡൽ. അപ്പൊ സിനിമാ നടൻ എത്രമാത്രം സിനിമാ നടന്റെ ഫാനാണെന്ന് പറഞ്ഞാലും കുട്ടി വളർന്നു വരുമ്പോൾ ഏറ്റവും വലിയ ഫാൻ എന്ന് പറയുന്നത് അപ്പനും അമ്മയും തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പൊ കുട്ടിക്ക് അത് പുറമേന്ന് പറയുകയാണെങ്കിലെങ്കിലും അത് അങ്ങനെയാണ്. അപ്പൊ നമ്മളും വളർന്നു വരുമ്പോൾ അതനുസരിച്ച് വളരുക. ഓക്കെ, അപ്പൊ ക്ലീൻലിനെസ് ഈസ് വൺ ഓഫ് ദി ക്രൂഷ്യൽ ആക്ടിവിറ്റീസ് ഫോർ അവർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫോർമേഷൻ. അപ്പൊ നമ്മൾ പുറമേന്നും പിന്നെ നമ്മുടെ ബുദ്ധി വികാസത്തിനും നല്ല രീതിയിൽ പോകാനായിട്ടും ക്ലീൻ ആയിട്ട് നമ്മൾ വൃത്തി സൂക്ഷിച്ച് നമ്മുടെ റൂമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് പഠിക്കാൻ തന്നെ ഒരു നല്ലൊരു മൂഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പൊ പുസ്തകങ്ങൾ ഇങ്ങോട്ട് വലിച്ചു എറിഞ്ഞു കഴിഞ്ഞാലും പഠിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് ആ ഒരു മനസ്സിൽ ഒരു കൃത്യ സമയത്തിന് നമുക്ക് കാര്യം ചെയ്തെടുക്കാൻ പറ്റുമോ, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോവാം. പക്ഷെ നല്ല ക്ലീൻ ആണെങ്കിൽ എല്ലാം നല്ല വൃത്തിയും വെടുപ്പും നമ്മുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് വൃത്തി ഉണ്ട് ആയിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ there is a lot of news that people die of some diseases such as malaria, dengue, etc. that are born out of dirty surroundings. അപ്പോ നമ്മൾ പല ന്യൂസുകളൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് പല പകർച്ചവ്യാധികൾ അല്ലെ, ക്ലീൻനെസ് ഇല്ലാത്തതുകൊണ്ടുള്ള പകർച്ചവ്യാധികൾ, മലേറിയ, ഡെങ്കു, ഇങ്ങനത്തെ പല അസുഖങ്ങളും നമുക്ക് സൊസൈറ്റിയിൽ വരുന്ന കാണുന്നുണ്ട് നമ്മൾ.
അപ്പോ കൊറോണയൊക്കെ ഇതിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഒരു ഇതാട്ടോ. കൊറോണ വന്നത് തന്നെ ചൈനയിലെ ആ മാർക്കറ്റിൽ നിന്ന് വന്നതാണ്. അവിടെയാണ് ഉത്ഭവം. അവിടുത്തെ ഈ മീറ്റുകളൊക്കെ വെക്കുമ്പോൾ അത്ര വലിയ വൃത്തി അവർ കൊടുത്തില്ല. ഈ കാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഇറച്ചിയൊക്കെ വെട്ടി അതിൽ നിന്നൊക്കെ വന്നതാണ് ഈ കൊറോണ എന്നാണ് ഒരു നിഗമനം. അവർക്ക് ചൈന അത്രയും റെസ്ട്രിക്റ്റ് കൺട്രി ആയതുകൊണ്ട് അവിടെ ചെന്നിട്ട് ആൾക്കാർക്ക് ന്യൂസ് ഒന്ന് റിപ്പോർട്ട് ചെയ്യാനും ഒരു പ്രശ്നമുണ്ട്. എന്നാലും അവിടെ റിപ്പോർട്ട് ചെയ്ത ആളെ അത്രമാത്രം താത്തി വെക്കും എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു കൺട്രിന്ന് വന്നത് അതാണ് കൊറോണ. അപ്പൊ കൊറോണ പോലെ അങ്ങനത്തെ വരുന്നതിന്റെ റീസൺ നമ്മുടെ സറൗണ്ടിങ്സ് അത്രമാത്രം ക്ലീൻലിനെസ് അല്ലാത്തതുകൊണ്ട് തന്നെയാണ്. മെയിൻലി നമ്മുടെ ഇന്ത്യയിൽ വളരെ കമ്പാരിറ്റീവ്ലി അറിയാൻ പറ്റും വളരെ മോശം സ്ഥിതിയാണ്. നമ്മുടെ ചവറ് ഇങ്ങോട്ടൊക്കെ വലിച്ചു മാറി ഇടുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യൻസ് കൂടുതൽ ആൾക്കാർക്ക് അസുഖം വരത്തില്ല. ചിലർക്ക് അസുഖം വന്നു കഴിഞ്ഞാലും കൂടുതൽ ആൾക്കാർ അസുഖം വരത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ചുള്ള ഒരു പ്രതിരോധ ശക്തി ഇന്ത്യൻസിൽ കൂടുതലുണ്ട്. അത് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ സായിബന്മാരെ കാണുമ്പോൾ അവരെ പോലെ എനിക്ക് ആവാൻ പറ്റിയില്ലോ, അവരെ പോലെ ഭയങ്കര വെളുത്തില്ലല്ലോ നമ്മൾ ഇരിക്കണമെന്ന് ചില നിർബന്ധമില്ല. നമ്മുടെ ശരീരം അത്രയും പെർഫെക്റ്റ് ആണ്. നമ്മുടെ ക്ലൈമറ്റിന് അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ശരീരം. ഇന്ത്യൻസ് കൂടുതൽ പ്രതിരോധ ശക്തി ഉള്ളവരാണെന്നാണ് പറയുന്നത് ലോകത്തിൽ. അത് എപ്പോഴും അഭിമാനിക്കുക. അതുകൊണ്ട് നമ്മുടെ വൃത്തിയും സൊസൈറ്റി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. Thus, to prevent such diseases, Indians need to focus on maintaining cleanliness. അതുകൊണ്ട് തന്നെ അസുഖം മാറ്റാനായിട്ട് നമ്മൾ ഭാരതീയര് എപ്പോഴും ക്ലീൻലിനെസ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. Therefore, it will help our nation to earn some respect and fame from foreign countries, and they will visit our nation. അപ്പൊ പുറത്തുനിന്നുള്ള സായിപ്പന്മാരും മദാന്മാരും ഇവിടെ ഫോറിനേഴ്സ് ആയിട്ട് ഇപ്പോൾ ട്രാവലേഴ്സ് ആയിട്ട് അവർ വരുമ്പോൾ അവർ കാണുമ്പോൾ ഇന്ത്യ ഇത്രയും നല്ല വൃത്തിയുള്ള സ്ഥലമാണെന്ന് വരുമ്പോൾ അവർ കൂടുതൽ ആൾക്കാർ വരും. അപ്പോൾ വൃത്തി അല്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടെ ആൾക്കാർ കൂടുതൽ പോകത്തില്ല അല്ലെ. ഒരു 99% ആൾക്കാരും വരാൻ വിസമ്മതിക്കും. പക്ഷെ എന്നാലും ചിലവരൊക്കെ പോയിന്ന് വരാം. അപ്പോൾ ക്ലീൻലിനെസ് ഉള്ള സ്ഥലമാണെങ്കിൽ അത്രമാത്രം ആൾക്കാർ അവിടെ വരും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വരും. ക്ഷണിക്കാതെ തന്നെ വരും. നല്ല വീടാണല്ലോ കാണാനൊക്കെ വരും. നിങ്ങൾ വീട്ടിൽ തന്നെ ഇപ്പൊ കിച്ചൺ ഗാർഡൻ കുറെ പേര് ചെയ്തു അല്ലേ, ഞങ്ങൾ കാണാറുണ്ട്. അതിനുള്ള എല്ലാം ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തരാം, പ്രൈസും ഒക്കെ തരാം. അപ്പൊ നിങ്ങൾ വീട്ടിൽ പച്ചക്കറിയൊക്കെ ഉണ്ടായപ്പോ പലരും വീട്ടിൽ ഒന്ന് ചോദിക്കുമ്പോൾ ചോദിച്ചു കാണും അല്ലെ, നിങ്ങളിപ്പോ എന്താ നടന്നേ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു കാണും. അതൊരു വൃത്തിയുടെ ഭാഗം തന്നെയാണോ. കൃഷി എന്ന് പറയുന്നതും ഒരു ക്ലീൻനെസിന്റെ ഒരു ഇതായിട്ട് പോകാം. കാരണം അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനും നമ്മുടെ നല്ല ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ അത് കാണുമ്പോഴത്തേക്കും തന്നെ ഒരു സൗന്ദര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നമ്മുടെ വീട് വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ അട്രാക്റ്റീവ് ആണ് വരാനായിട്ട്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻസ് എന്ന രീതിയിൽ നല്ല സൊസൈറ്റി നല്ലൊരു വൃത്തിയാക്കുന്നത്, നമ്മുടെ വീട് മാത്രമല്ല പരിസരവും സൊസൈറ്റി ഒക്കെ വൃത്തിയാണെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പബ്ലിക് ഡസ്റ്റ്ബിനുകളിൽ കൊണ്ടുപോയിടുക. പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാതിരിക്കുക. അതൊക്കെ കാണുമ്പോഴത്തേക്കും തന്നെ ഒരു മനസ്സിന് ഇല്ലായ്മയാണ്. ഇപ്പൊ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലർക്ക് സിഗരറ്റ് ഒക്കെ വലിച്ചു കഴിഞ്ഞിട്ട് തറയിലൊക്കെ ഇടും അല്ലെ. അത് കാണുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് അറപ്പ് തോന്നും. ഞാൻ സിഗരറ്റും വീടിന്ന് വലിക്കുന്ന ആള്. പക്ഷെ എനിക്ക് സുഹൃത്തുക്കളുണ്ടാകും. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല അത് കാണുന്നത്. ഞാൻ എപ്പോഴും അവിടെ മാറി നിൽക്കാം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മാറി നിൽക്കാൻ നോക്കും. പിന്നെ if every Indian citizen has participated in this campaign, it would have gone to some extent. അപ്പോൾ ഈ നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ ഒരു ക്ലീൻ ഇനീഷ്യേറ്റീവ് സ്വച്ഛ് ഭാരത് അഭിയാനിൽ എല്ലാ ആൾക്കാരും കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻസിനെ ആർക്കും തടുക്കാൻ പറ്റില്ല. അത്രമാത്രം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് യൂണിറ്റി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും തടുക്കാൻ പറ്റില്ല. ഒരു യുദ്ധം വീഴുമ്പോൾ മാത്രമല്ല, ഒരു നല്ലൊരു ക്രിക്കറ്റ് മാച്ച് കാണുമ്പോൾ മാത്രം ഇന്ത്യൻസ് എന്ന് പറഞ്ഞ് പോവുക മാത്രം പോലെ നമ്മുടെ ദീപചര്യയിലും ഇന്ത്യൻസ് എന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പറ്റും. അല്ല പെർഫെക്റ്റ്ലി ഇന്ത്യനെ അത്രയും ഡെവലപ്പ് ആക്കാൻ പറ്റും. ഈവൻ യു ക്യാൻ ടീച്ച് പീപ്പിൾ ലിവിങ് ഇൻ യുവർ സറൗണ്ടിങ്സ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്ലീൻലിനെസ്. അപ്പൊ ക്ലീൻലിനെസ്സിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സറൗണ്ടിങ്സിനും. ആത്മീയയുടെ വീഡിയോ ഓൺ ആവുന്നുണ്ട് കേട്ടോ, ഓൺ ആയിട്ടോ. ഓക്കെ, അപ്പോ സോറി സർ. പറയുന്നുള്ളൂ. Even you can teach people living in your surroundings about the importance of
ക്ലീൻലിനെസ്. അപ്പൊ നമ്മൾ പുറത്തുള്ളവർ നമുക്ക് വൃത്തിയുടെ കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. Cleanliness is a good habit and everyone cannot cope up with cleanliness idea. ക്ലീൻലിനെസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് തന്നെ എല്ലാ സമയത്തും ക്ലീൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാം എന്നുള്ള കാര്യം ഫേസ് ചെയ്യും. പക്ഷെ എന്നാലും ശീലമായി കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ഇതായി പോയിക്കോളും, ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായി പോയിക്കോളും. People who practice cleanliness can make others to understand the benefits of cleanliness. കൂടുതൽ വൃത്തിയുള്ളവരുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും, ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. വൃത്തിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ സൊസൈറ്റി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത്രമാത്രം ആൾക്കാർ വൃത്തി ഉണ്ടാവും. Now we can categorize cleanliness into different types such as personal cleanliness. പേഴ്സണൽ ആയിട്ട് നമ്മുടെ ശരീരം, നമ്മൾ നല്ല ഡ്രസ്സ് ഇടുക, നന്നായിട്ട് എല്ലാ ദിവസവും കുളിക്കുക, പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക. അപ്പൊ അതൊക്കെ പേഴ്സണൽ ക്ലീൻലിനെസ് ആണ്. പിന്നെ എൻവയറമെന്റൽ ക്ലീൻലിനെസ്, നമ്മൾ പ്രകൃതി നല്ലതായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാതിരിക്കുക. ഇപ്പോ നമ്മൾ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ അത് വലിച്ചെറിയാതിരിക്കുക. ഇപ്പൊ സിപ്പപ്പ് ഒക്കെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയാതിരിക്കുക. അതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി ഡസ്റ്റ്ബിനിൽ കൊണ്ടുപോയിടുക. അതൊക്കെ നല്ലൊരു സ്വഭാവമാണ്. പിന്നെ എൻവയറമെന്റൽ ക്ലീൻലിനെസ് അത് നമ്മളിപ്പോ നോക്കി. പിന്നെ വർക്ക് പ്ലേസ് ക്ലീൻലിനെസ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ വൃത്തിയായിട്ട് ഇടുക. നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങൾ, നമ്മളിപ്പോ ലാപ്ടോപ്പിന് മുമ്പിലോ ഫോണിലൊക്കെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, ഡെസ്ക്ടോപ്പിന് മുമ്പിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുക. പിന്നെ പല കാര്യങ്ങളും. പിന്നെ വി ഡോണ്ട് ഹാവ് ടു സ്ട്രഗിൾ ടു മെയിൻറ്റെയിൻ ക്ലീൻലിനെസ് ഇൻ യുവർ റെഗുലർ ലൈഫ് റൂട്ടീൻ. നമ്മൾ ഒരിക്കലും തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ നമുക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമൊക്കെ നമ്മൾ പല്ല് കഴിക്കുന്നു അല്ലെ, കുളിക്കുന്നു, അതിന്റെ ഭാഗം അതിൽ ക്ലീൻലിനെസ്സിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതചര്യയുടെ ഒരു ഭാഗം തന്നെ ആക്കി മാറ്റിയെടുക്കാം. സോ യു ക്യാൻ കണ്ടിന്യൂ യുവർ റെഗുലർ ബേസിസ് സച്ച് ആസ് കുക്കിംഗ്, ഈറ്റിംഗ്, ബാത്തിങ് എക്സെട്ര ബൈ മെയിൻറ്റെയിനിങ് ക്ലീൻലിനെസ്. അപ്പോ എന്താ പറയാ, അതുപോലെ തന്നെ നമ്മുടെ കുക്കിംഗ്, ഭക്ഷണം കഴിക്കല്, കുളിക്കല്, ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇതിന്റെ ക്ലീൻലിനെസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മെയിൻ സാധാ ഇതിൽ തന്നെ വന്നു പോകും. അപ്പോൾ നമ്മൾ ക്ലീൻ പേഴ്സൺ എന്ന രീതിയിൽ അറിയപ്പെടും. അറിയപ്പെടുകയല്ല, ഞാൻ ഉദ്ദേശിച്ചത് ക്ലീൻ പേഴ്സൺ ആണ് ആൾക്കാർ കണ്ടാൽ പറയും. അപ്പോൾ ട്രൈ ടു മേക്ക് ഷുവർ ഓഫ് ഡൂയിങ് സ്മോൾ തിങ്സ് സച്ച് ആസ് ത്രോയിങ് ട്രാഷ് ഇൻ ദ ഡസ്റ്റ്ബിൻ, നോട്ട് യൂറിനേറ്റിംഗ് ഓൺ റോഡ്സ്, പബ്ലിക് ഏരിയസ് എക്സെട്ര. ഇപ്പോ എവിടെയെങ്കിലും ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ടോയ്ലറ്റ് ചെയ്യാൻ തോന്നിക്കുക, പുറത്തന്നെ പോയി ടോയ്ലറ്റ് ചെയ്യാതിരിക്കുക, പറമ്പിൽ പോയോ അങ്ങനെ ചെയ്യാതിരിക്കുക. അതൊക്കെ പഴയ ഒരു സ്റ്റൈലാണ്. അതൊക്കെ മാറി ടോയ്ലറ്റ്, പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ട്, അവിടെയൊക്കെ പോവുക. പിന്നെ ഡസ്റ്റ്ബിനിൽ മാത്രമേ ട്രാഷ് ഇടുക. അതൊക്കെ ഇപ്പൊ ഡസ്റ്റ്ബിൻ ഇല്ലെങ്കിൽ തന്നെ അത് നിങ്ങളുടെ പോക്കറ്റിൽ വയ്ക്കുക, ഡസ്റ്റ്ബിൻ ഉള്ളോടത്ത് കൊണ്ടുപോയിടുക. So, if we can continue this campaign, we can bring drastic change in our nature and surroundings. ഈ ഒരു കാര്യം നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നേച്ചർ, പിന്നെ നമ്മുടെ സറൗണ്ടിങ്സിന് വളരെയധികം വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ നമുക്ക് വരുന്നതായിട്ട് കാണാം. So, we should never compromise with the cleanliness and should make everyone to practice it so that they can live a healthy life. Okay. നമ്മളൊന്നും കോംപ്രമൈസ് ചെയ്യുക അല്ലെ ക്ലീൻലിനെസ്സിന് വേണ്ടി, പിന്നെ നമ്മുടെ ശരീരം അത്ര നന്നായിട്ടിരിക്കാനൊക്കെ ആയിട്ട്, ഹെൽത്തി ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻനെസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻറ്റെയിനിങ് ക്ലീൻനെസ് ഈസ് ദി ബെസ്റ്റ് ഹാബിറ്റ് ദാറ്റ് ഷുഡ് ബി ജനറേറ്റഡ് ബൈ പാരന്റ്സ് ബിക്കോസ് ദേ ഹെൽപ്പ് ഇൻ ഷേപ്പിംഗ് ദർ ചിൽഡ്രൻസ് പേഴ്സണാലിറ്റി. ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ വീട്ടുകാർ തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും, ഇത് വൃത്തിയാക്കിയിട അല്ലെങ്കിൽ വൃത്തിയാക്കിയിടറി, പല ഗസ്റ്റുകളൊക്കെ വരുന്നതിന് മുമ്പ് ടേബിൾ വൃത്തിയാക്ക്, തുടയ്ക്കാനൊക്കെ തരും. ഇപ്പോ കിച്ചണിൽ തന്നെയാണെങ്കിൽ ക്ലീൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറയും, പാത്രം കഴുകാൻ പറയും. അതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ നിങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾ ഓരോന്ന് പഠിപ്പിക്കുകയാണ്. അതില് അത് ദേഷ്യം വരേണ്ട കാര്യമില്ല. എനിക്ക് ചെറുപ്പത്തിലൊക്കെ ദേഷ്യം വരാറുണ്ട്. പക്ഷെ എന്നാൽ ഇപ്പോഴാണ് അതിന്റെ ഒരു കാര്യം മനസ്സിലായത്. അവര് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ പഠിക്കില്ല. അപ്പൊ അത് നമ്മുടെ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. പാരന്റ്സ് പറഞ്ഞു കൊടുക്കും, പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ടുള്ളത്. അപ്പോൾ അൺഹൈജീനിക് കണ്ടീഷൻസ് ക്യാൻ കോസ് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഈവൻ കോസിങ് ഹാം ടു ദി എൻവയൺമെന്റ്. അപ്പൊ അൺഹൈജീനിക് കണ്ടീഷൻസ് ആണെങ്കിൽ, ഇപ്പോ എൻവയൺമെന്റ് വളരെ മോശമായിട്ട് വൃത്തികേടായിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് ശാരീരികമായിട്ട് ഹെൽത്തിന് ഇഷ്യൂസ്, പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ
ഈ സൊസൈറ്റിക്ക് തന്നെ പ്രശ്നമുണ്ട്. അപ്പം ഓസോൺ പാളിയൊക്കെ നഷ്ടപ്പെട്ടു പോയത് തന്നെ റെഫ്രിജറേറ്ററിൽ നിന്ന് വരുന്ന CFC ഗ്യാസ് ഒക്കെ പുറത്തള്ളിയും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഓസോൺ പാളികയൊക്കെ നശിച്ചു പോയത്. അപ്പൊ അതിനൊക്കെ ഇപ്പൊ കുറെയൊക്കെ നമ്മൾ മറികടന്നിട്ടുണ്ട്. ഇഫ് പൊല്യൂഷൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. സാറേ അത് ദേവിക ബിജുമോനും കണ്ടോ തോന്നുന്നു. ആ ഒന്ന് പോസ് ചെയ്യാൻ പറയാം. അതൊന്ന് ദേവിക ബിജുമോൻ കേൾക്കുന്നുണ്ടോ? ഹലോ. അപ്പൊ എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സാറേ കാണാൻ പറ്റില്ല. എന്റെ സ്ക്രീൻ ദേവിക ബിജുമോന്റെ സ്ക്രീന് കാണാൻ പറ്റണേ ഇല്ല. സാറിന് കാണാൻ പറ്റുന്നില്ല. എനിക്ക് കാണാൻ സാറേ. പറ്റുന്നില്ല സാറേ. എനിക്ക് കാണാൻ പറ്റുന്നില്ല സാറേ. ദേവികയുടെ സ്ക്രീൻ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എനിക്കും ഇതേപോലെ തന്നെയാണ്. സാറിന്റെ സ്ക്രീൻ പിൻ ചെയ്തിട്ടാ മതി എന്ന് പറ. അതെ എന്റെ ഒന്ന് പിൻ ചെയ്താൽ മതി കേട്ടോ. എന്റെ സ്ക്രീൻ പിൻ ചെയ്യാൻ അറിയാം നിങ്ങൾക്ക് പിൻ ചെയ്യാൻ അറിയാം സ്ക്രീൻ? ഇപ്പൊ കാണാം സാർ. അറിയാം. ഇപ്പൊ കാണാം. ഞാൻ പിൻ ചെയ്തിട്ടപ്പോ കാണാൻ പറ്റും. എവിടെയാ ദേവിക ബിജുമോൻ കേൾക്കുന്നുണ്ടോ? ദേവിക ബിജുമോൻ അതൊന്നുകൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ലെഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അറിയുമോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ? അപ്പോ അൺഹൈജനിക് കണ്ടീഷൻസ് ക്യാൻ കോസ് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് ഈവൻ കോസിങ് ഹാം ടു ദി എൻവയൺമെന്റ്. പിന്നെ പൊല്യൂഷൻ കൊണ്ട് നമുക്ക് നേച്ചറിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. എന്താണ് ഡിസീസുകൾ, ക്യാൻസർ ഉണ്ടാവും, ലങ് ഇൻഫെക്ഷൻ ഉണ്ടാവും, അല്ലെ? അതങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. So this can lead to person's death എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ അത്രമാത്രം ഉണ്ടെങ്കിൽ മനുഷ്യൻ മരിച്ചു വരെ പോവാം. അത് ഒരു ഡെത്തിലേക്ക് വരെ എത്തിച്ചേരാം എന്നുള്ളൊരാണ് ഒരു പ്രശ്നം. അപ്പോൾ therefore it is always the best time to raise some awareness of maintaining cleanliness. അതുകൊണ്ട് തന്നെ ക്ലീൻനെസ് നമുക്ക് മറ്റവരെ അവെയർ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. Also, we can protect our environment and can save thousands of lives who die due to unhygienic surroundings. അപ്പോ അതുകൊണ്ട് വളരെയധികം ഇറ്റ് ഇസ് ഓൾവേസ് ബെസ്റ്റ് ടൈം എന്താണ് മറ്റൊരു അവെയർ ചെയ്യുക, പിന്നെ നമ്മുടെ എൻവയറമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക. അതൊക്കെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ലൈഫ്സ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈജനിക് കണ്ടീഷനിൽ നമുക്ക് വളരാൻ പറ്റും. പിന്നെ പല കണ്ടീഷൻ പല ക്ലീൻലിനെസ്സിന് പല മെത്തേഡുകളാണ് പറയുന്നത്. ഒന്ന് ഇതെന്താണ് ചെയ്യുന്നത്? കൊച്ച് പല്ലിരിക്കുന്നു അല്ലേ? ബ്രഷിംഗ് ടീത്ത്. ഇതെന്നാ ചെയ്യുന്നത്? പറഞ്ഞോളൂ. അതെ, നഖം വെട്ടുന്നു. ക്ലിപ്പിംഗ് നെയിൽസ്. പിന്നെ ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ് ഇപ്പൊ അല്ലെ? കൈ കഴുകുന്നു. ഇത് കോമ്പിംഗ് ഹെയർ, നമ്മുടെ മുടി ചെയ്യുന്നു. അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ ക്ലീൻലിനെസിന്റെ ഒരു 4 രീതിയിലുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ നോക്കി? ബ്രഷിംഗ് ടീത്ത്, നഖം വെട്ടുന്നു, പിന്നെ കൈ കഴുകുന്നു, പിന്നെ മുടി ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ഞാൻ ഓക്കെ, ഇപ്പോ സ്ക്രീൻ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ കാണാവോ? ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് 3 വീഡിയോസ് ആണ് കാണിക്കാൻ പോകുന്നത്. ആ വീഡിയോസ് കണ്ടിട്ട് അതിൽ എന്തൊക്കെയാണ് എന്നുള്ളതായി
എന്തെങ്കിലും നിങ്ങൾക്ക് ഒച്ച എന്തെങ്കിലും കേട്ടായിരുന്നോ? എന്തോ ഒരു ഒച്ച കേട്ടു. എന്തോ ഒരു ഒച്ച കേട്ടു. ഇൻട്രോയുടെ ഒരു ഒച്ച കേട്ടു. ഓക്കെ, ഒരു വീഡിയോ കാണാൻ പറ്റുന്നെന്ന് പറയണം കേട്ടോ. വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ സാർ. ഇല്ല സാർ. സ്ക്രീൻ കാണാവോ? ഇല്ല സാർ. കാണാം സാർ. കാണാം സാർ. സാർ സ്ക്രീൻ മാത്രം കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോ കാണാം സാർ. കാണാം സാർ. കാണാം സാർ. ഇപ്പൊ കാണാം. അപ്പൊ വീഡിയോ പ്ലേ ചെയ്യാൻ പോവാം. അപ്പൊ വീഡിയോ പ്ലേ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 3 വീഡിയോസ് കാണിക്കാം, പെട്ടെന്ന് കണ്ടുപോകാം. Wearing clean clothes. One should always keep his or നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലേ? her body clean and healthy. Bathing and wearing clean clothes. വീഡിയോയിലൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല സാർ. ആണല്ലേ? അപ്പൊ ഞാൻ പറയാം കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കണ്ടല്ലോ. സാറ് വേണത് കേൾക്കാം. വീഡിയോ പറയുന്നത് വീഡിയോയില് പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നില്ല അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോയിനൊപ്പം പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോ one should always keep his or her body clean and healthy. പിന്നെ bathing and wearing clean clothes every day is needed to avoid germs that can cause disease and body odor. Mild shampooing and mild soap should be used to avoid harming the scalp and skin. Clean clothes should always be worn daily to avoid bacteria that irritates the skin. Here are the things you need to use to keep yourself clean and tidy. Toothbrush and toothpaste, comb, undergarments, towel, perfume, clean clothes, soap and shampoo. അപ്പോ ഇത് താഴെ ടിക്ക് ആണോ യെസ് ആണോ എന്നുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബാക്ടീരിയ ലീവ്സ് ഓൺ ഡർട്ടി ക്ലോത്ത്സ്. ബാക്ടീരിയ ക്ലോത്തില് ജീവിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മുടെ ക്ലോത്ത്സിൽ ഉണ്ടെന്നല്ലേ പറയുന്നത്? നമുക്ക് നോക്കാം. ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോ പറയണം കേട്ടോ. ഡർട്ടി ബോഡി വിൽ റിസൾട്ട് ടു ബോഡി ഓർഡർ. ശരിയാണോ? മനസ്സിലായോ എന്താണ്? ബോഡിക്ക് വൃത്തിയില്ലെങ്കിൽ അത് ബോഡി ഓർഡറിൽ ബോഡി ഓർഡർ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം മണക്കുവോന്ന് ചോദിച്ചത്. വൃത്തിയില്ലാത്ത ശരീരം വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ശരീരം മണക്കുവോ? മോശമായിട്ട് മണക്കുവോ? യെസ്. ഓക്കെ, അത് ടിക്കാണ്. ഓക്കെ, comb your hair properly to look neat and clean. തലമുടി ശരിക്കും ചെയ്യണോ വൃത്തിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് പറയാൻ വേണ്ടി?
യെസ്. ഡു നോട്ട് ടേക്ക് എ ബാത്ത്. കുളിക്കാൻ പാടില്ല. ശരിയാണോ തെറ്റാണോ? കുളിക്കുന്ന തെറ്റല്ല, കുളിക്കണം. ഓക്കെ. കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. തെറ്റാണ്. കവർ യുവർ മൗത്ത് വിത്ത് ഡർട്ടി ഹാൻഡ്കർച്ചീഫ്. തെറ്റാണോ ശരിയാണോ? തെറ്റാണ്. എന്തുകൊണ്ട്? മൗത്ത് നല്ല വൃത്തിയുള്ള ഹാൻഡർചീഫ് വെച്ചിട്ട് ഡേർട്ടി അല്ല വെക്കണ്ടേ, നല്ല ക്ലീൻ ആയ ടവൽ വെച്ചാൽ മൂടണ്ടേ. ചേഞ്ച് യുവർ ക്ലോത്ത്സ് ആൻഡ് അണ്ടർവെയർ എവറി ഡേ. എല്ലാ ദിവസവും മാറണം. ടിക്ക്. ശരിയാ. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ടേക്ക് എ ബാത്ത് എവറി ഡേ. എല്ലാ ദിവസവും കുളിക്കണം. ഓൾവേസ് വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ടു സ്റ്റേ ഹെൽത്തി. എല്ലാ സമയത്തും കൈ കഴുകണം. അതുണ്ടോ? കാലൊക്കെ കഴുകണം. ക്ലീൻ ക്ലോത്ത്സ് ആർ ഗുഡ് ഫോർ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. നല്ല ക്ലോത്ത്സ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പോ വീഡിയോ കഴിക്കും. ഓക്കെ, രണ്ടാമത്തെ വീഡിയോ കാണാം കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്താ കണ്ടത്? എന്തിനെ കുറിച്ച് ഈ വീഡിയോ കണ്ടത്? ക്ലീനിങ്ങിനെ കുറിച്ച്. ക്ലീനിങ്ങിനെ പറ്റിയാണ് നിങ്ങൾ കണ്ടത് അല്ലേ? അപ്പൊ അടുത്തൊരു വീഡിയോ കാണിക്കാം. അതെ. നമ്മുടെ ക്ലോത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ക്ലോത്ത് നന്നായിട്ട് ചെയ്യാന്നുള്ളത്. ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം ആ ഒരു വീഡിയോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സാർ. ഇപ്പൊ കാണാം സാർ. കാണാം സാർ. അപ്പൊ ഇപ്പൊ ഈ ഒരു പയ്യനെ കാണാം. ആ പയ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് കാണാം. ഇപ്പൊ ഈ പയ്യൻ ഇപ്പോ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോ അത് കാണാം. പയ്യന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകണം പയ്യൻ. അപ്പൊ പയ്യൻ ആദ്യം സ്ട്രെച്ചസ് ചെയ്യാം. അതുപോലെ ഒരു 15 സെക്കൻഡ് എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതിപ്പോ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഇപ്പോ സ്കൂളിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ? പിന്നെ അടുത്തത് ജമ്പിങ് ജാക്സ്. ഈ ഒരു എക്സസൈസ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ശരീരമായിട്ടിരിക്കും. കൊണ്ടാ തടി വയ്ക്കത്തില്ല. നമ്മളെ ഇഷ്ടംപോലെ കഴിച്ചാൽ ഇങ്ങനത്തെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൈഡ് ബെൻസ് ഉണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വയറൊക്കെ നന്നായിട്ട്, വയറിന്റെ സൈഡിലുള്ള ഇതൊക്കെ കൊഴുപ്പൊക്കെ നല്ലോണം പോകും. ഈ ഒരു സൈഡ് ബെൻഡുകൾ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും സമയം എടുത്തോ? 15 സെക്കൻഡ്, 15 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞു. തുടക്കത്തിൽ വെച്ച് ബുദ്ധിമുട്ട് കഴിഞ്ഞു. ഇപ്പോ അതിന് ഇടയ്ക്ക് കുറച്ച് എക്സസൈസ് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ഒക്കെ ഉള്ളത് എപ്പോഴും നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് സമയം അയച്ച് എക്സസൈസ് ചെയ്യുന്നു. അടുത്ത എക്സസൈസ് വരണം പുഷപ്പ്. നിങ്ങൾക്ക് പുഷപ്പ് ഒക്കെ എടുക്കാൻ അറിയാവോ? പുഷപ്പ് ഒക്കെ ചെയ്യാറുണ്ടോ നിങ്ങള്? പുഷപ്പ് ചെയ്തൊക്കെ ഉണ്ടോ? ആമ്പിള്ളേരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പുഷപ്പ് ചെയ്യാറുണ്ടോ നിങ്ങള്? ആമ്പിള്ളേര് കേൾക്കുന്നുണ്ടോ?
ഇത് റിവേഴ്സ് ക്രഞ്ച് ആണ്. കാലൊക്കെ മേളിലൊക്കെ ഇങ്ങനെ. ഇതപ്പോ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ കട്ടിലിരുന്നൊക്കെ ചെയ്യാറൊക്കെ ഉണ്ടല്ലേ, വെറുതെ തമാശക്ക് കളിക്കാൻ നേരത്തൊക്കെ കട്ടിൽ വെച്ച് കട്ടലയും പായയും പിന്നെ തലയണയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ കാലൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ ഇതൊരു എക്സസൈസ് ആണ്. നമ്മുടെ കൈയും ഹിപ്പും ഒക്കെ നല്ലതാണ്, എക്സസൈസ് കിട്ടും. ഇത് പിന്നെ സ്പൈഡർമാൻ പ്ലാങ്ക് എന്നാണ് ഇതിന് പറയണത്. സ്പൈഡർമാൻ ഇങ്ങനെ ഇത് കയറി പോണ പോലെ, ഒരു ബിൽഡിങ്ങിന്റെ മേലേക്ക് കയറി പോകുന്ന പോലെ ഇങ്ങനെ കാലിങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വയറിന്റെ വണ്ണവും കുറയും, കാലിന്റെ കൊഴുപ്പും കുറയും, നമുക്ക് കൂടുതൽ ഓടാനും ചാടാനൊക്കെ പറ്റും. നല്ലൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. മരം കയറാനൊക്കെയുള്ള പവർ നല്ലോണം. റിസ്റ്റ് അപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ കണ്ട എക്സസൈസുകൾ എന്ന് പറയുന്നത് ഇത് കാണാൻ എളുപ്പമാണെങ്കിലും അത് ചെയ്യാൻ ഇച്ചിരി തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇത് എന്ന് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ലതാണ്. ഇനി അടുത്തത് ഇത് റഷ്യൻ ട്വിസ്റ്റ്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വയറിന്റെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് വളരെയധികം ഹെൽത്തിയാണ് എന്ന് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കേൾക്കണ്ടോ? നമുക്ക് കേൾക്കാവോ? അപ്പൊ ഇത് ഒരു എക്സസൈസ് ആണ്, ഇൻ ആൻഡ് ഔട്ട്. കേൾക്കാം, പക്ഷെ വീഡിയോ ഇങ്ങനെ ബ്രേക്ക് ആയാ കാണുന്നത്. ആണോ? ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ വീഡിയോ? വീഡിയോ കാണാൻ സാറേ, പക്ഷെ ഇത് ബ്രേക്ക് പോകുന്നു. ഇപ്പൊ പോസ്റ്റ് ചെയ്തതാണ്. ഇതുവരെ നിങ്ങൾ എങ്ങനെയാ വീഡിയോ കണ്ടത്? അന്നേരം കുഴപ്പമില്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഓക്കെ. ഇപ്പൊ ഈ 6 എന്നൊക്കെ എഴുതിയത് കാണാൻ പറ്റുന്നുണ്ടോ? ഇൻ ആൻഡ് ഔട്ട് എന്നൊക്കെ എഴുതിയത് കാണാലോ. തീരാറേ. ഓക്കെ, പ്ലേ ചെയ്യാണ് കേട്ടോ കുറച്ചു നേരം. ഈ ഒരു എക്സസൈസ് ആണ് ഇൻ ആൻഡ് ഔട്ട്. മുമ്പിട്ട് പുറകെയിട്ട് എടുക്കുക. പിന്നെ ഇത് ഹീൽ ടച്ചസ്. കൈ ഉപ്പൂറ്റിയിൽ ഇങ്ങനെ തൊടുന്ന ഈ ഒരു എക്സസൈസ് ഒക്കെ നിങ്ങൾ വളരെ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് വണ്ണം കുറയും, നല്ലോണം വണ്ണം കുറയും. 1 മാസം കൊണ്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല വണ്ണം കുറയും. മുതിർന്നവർക്കും ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. എന്തായാലും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ പുറത്ത് കളിക്കാൻ പോകണമെങ്കിൽ കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ് എപ്പോഴും. ഓക്കെ, അപ്പൊ ഈ പയ്യന്റെ വീഡിയോ കഴിഞ്ഞു. പയ്യൻ യൂട്യൂബ് ചാനലാണ്, അവന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പയ്യൻ എപ്പോഴെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു ഹായ് കൊടുത്തേക്കും. അപ്പോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ നിങ്ങള് ഈ വീഡിയോ എന്തിനെ കുറിച്ചാണ് കണ്ടത്? എന്ത് ക്ലീൻനെസ് ഇതിനെ കുറിച്ചാണ് കണ്ടത്? എക്സസൈസ്. ആദ്യം ഇതിനു മുമ്പ് ഏതാ കണ്ടത്? ക്ലീൻ. നമ്മുടെ ഡ്രസ് ക്ലീൻ ചെയ്യാനുള്ള കാര്യമാണ് കണ്ടത് അല്ലേ? ഇനി അടുത്ത ഒരെണ്ണം കൂടെ കാണിക്കാം. ഇതൊക്കെ നമ്മുടെ ക്ലീൻനെസ്സിൽ പെട്ടതാണ്. ഓക്കെ, ഞാൻ സ്ക്രീൻ പ്രസന്റ് ചെയ്യാം, വീഡിയോ കാണാൻ പറ്റുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സാർ. ഇല്ല സാർ. കാണാം സാർ. കാണാമല്ലോ അല്ലേ? കാണാം സാർ. ഇപ്പോ മീൽസ് ഓഫ് ദി ഡേ എന്താണെന്നാണ് പറയുന്നത്. ഭക്ഷണം എന്തൊക്കെയാണ് വേണ്ടത്, എത്ര ഭക്ഷണം എത്ര കഴിക്കണം. അപ്പോ
ഇതിൽ ഏതൊക്കെ ഭക്ഷണങ്ങൾ കൊടുത്തു, ഇത് ഏതൊക്കെ ഇപ്പോ ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലേ പല രീതിയിൽ. ഇപ്പൊ കൊച്ചു രാവിലെ കഴിക്കുന്നു, പിന്നെ സ്കൂളിൽ ചെന്ന് കഴിക്കുന്നു, വീട്ടിലിരുന്ന് കഴിക്കുന്നു, രാത്രി കഴിക്കുന്നു, ചായ കുടിക്കുന്നു. അപ്പൊ അതൊക്കെ നോക്കാം. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, പിന്നെ ഈ 4 പിക്ചേഴ്സ് നിങ്ങൾ കണ്ടല്ലോ അല്ലെ. ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ്, പിന്നെ ലഞ്ച് അറ്റ് നൂൺ ടൈം, സ്നാക്സ് ഇൻ ദ ഈവനിങ്, പിന്നെ ഡിന്നർ ബിഫോർ ബെഡ് ടൈം. അപ്പോൾ 4 മീൽസ് ഡേ ആണ് ഒരു കുട്ടിക്ക് നന്നായിട്ട് ഡെവലപ്പ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതൊരു റൈമാണ് കേട്ടോ, കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്ന റൈമാണ്. അപ്പോൾ 4 ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെ. 4 നേരം ഭക്ഷണം നമ്മൾ കഴിക്കും. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ ലഞ്ച് കഴിക്കും, പിന്നെ വീട്ടിൽ ചായ കുടിക്കും, പിന്നെ ഡിന്നർ കഴിക്കും. ഇതെന്താ ക്ലീൻലിനെസിനെ കുറിച്ചാണ് നിങ്ങൾ പഠിച്ചത് ഈ ഒരു വീഡിയോ കണ്ടപ്പോ? പറയാമോ? ഭക്ഷണം നല്ല 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 ഭക്ഷണം കഴിക്കണം അല്ലെ, 4 നേരം കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 3 വീഡിയോസ് കണ്ടു. ആദ്യത്തെ വീഡിയോ ഏതായിരുന്നു കണ്ടത് നമ്മള്? ക്ലീനിങ് ക്ലോത്ത്സ്, ക്ലീനിങ് ഓഫ് ദി അപ്പൊ ക്ലീനിങ് ഓഫ് ക്ലോത്ത്സ്. രണ്ടാമത്തെ എന്താണ് നമ്മൾ കണ്ടത്? എക്സസൈസ്. എക്സസൈസ് കണ്ടു. പിന്നെ മൂന്നാമത്തത് കണ്ടത് ഭക്ഷണം. ഓക്കെ, എത്രയൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ ഒരു ചെറിയൊരു കഥ ഞാൻ പറയാം കേട്ടോ. അപ്പോ മോഹൻ എന്ന് പറഞ്ഞൊരു മോഹനും അഭിജിത്തും പിന്നെ അർജുനും, ഇവര് 3 പേരും സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ കുട്ടികളുടെ പേരെന്താ പറഞ്ഞ? മോഹൻ, അർജുൻ, അഭിജിത്ത് അല്ലേ. അപ്പൊ ഇവര് 3 പേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ ഇവര് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. സ്കൂളിൽ എപ്പോഴും എല്ലാ ദിവസവും അവർ ഒരുമിച്ചേ പോവുള്ളൂ, ഒരുമിച്ച് തിരിച്ചു വരുന്നത്, ഒരുമിച്ച് കളിക്കും. അപ്പം ചങ്ക് ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാവില്ല, ചങ്ക് ഫ്രണ്ട്സ്. അപ്പൊ അവര് ഒരു ദിവസം എന്താ പറ്റിയെന്ന് നമ്മുടെ നോക്കുമ്പോ ശ്രദ്ധിക്കുമ്പോ അർജുനെ കാണാനില്ല. അപ്പൊ അർജുൻ അപ്പോ നോക്കിയപ്പോ ഒരു ദിവസം കണ്ടില്ല, അടുത്ത ദിവസം കണ്ടില്ല, 5 ദിവസമായിട്ട് അർജുനെ കാണാനില്ല. പിന്നെ അപ്പോഴാണ് അവര് തിരക്കിയത്. അപ്പൊ നമ്മൾ പലപ്പോഴും പറ്റിപ്പോകുന്നല്ല, നമ്മളെ സുഹൃത്തുക്കള് സ്കൂളിൽ വന്നില്ലെങ്കിൽ അവര് ആദ്യം തിരക്കത്തില്ല, എന്തെങ്കിലും തിരക്കും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്താ വരാത്തെ, പലരോടും നമ്മൾ ചോദിച്ചോളൂ. അപ്പൊ അവര് വേറെ ആരൊക്കെയുള്ള, അർജുനല്ലാതെ വേറെ ആരൊക്കെയുള്ള? അഭിജിത്തും മോഹനും അല്ലെ. ഇവര് രണ്ടുപേരും വീട്ടിൽ ചെന്നു. നമ്മുടെ അർജുന്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ അവരൊരു കാര്യം ശ്രദ്ധിച്ചു. എന്താണ്, നമ്മുടെ അർജുന് പനിയാണ്, ഒരു പനി വന്നു. അപ്പോ പിന്നെ അവരുടെ ചുറ്റുപാടും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു. ചുറ്റുപാടൊക്കെ ശ്രദ്ധിച്ചപ്പോ വളരെയധികം മോശം സ്ഥലമാണ്. ബോട്ടിലൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞിട്ടേക്കുക. പിന്നെ വെള്ളം കെട്ടി കിടക്കുന്നിടത്തൊക്കെ ഇങ്ങനെ മറ്റെന്താ പറയാ, ഈച്ചയും പിന്നെ കൊതുകും എല്ലാം വന്നിരിക്കുക. അപ്പൊ നല്ലോണം അസുഖമുണ്ട്. അവനെ ഒന്ന് അടുത്തേക്ക് അടുപ്പിക്കാൻ പാടില്ലാത്തില്ല. അപ്പൊ അവന്റെ അച്ഛൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവന്റെ അടുത്തേക്ക് പോകണ്ട, അവന് വലിയൊരു അസുഖം വന്നു. അതിന്റെ പേര് മലേറിയ എന്നാണ്. അപ്പൊ അവന് മലേറിയ പിടിപെട്ടു, അർജുന് മലേറിയ പിടിപെട്ടു. അപ്പൊ മലേറിയ എന്തുകൊണ്ടായിരിക്കും വരുന്നത് നിങ്ങൾക്കറിയാം? മലേറിയ എങ്ങനെയാ വരുന്നത്, മനുഷ്യ ശരീരത്തിൽ വരുന്നത് അറിയോ? അതെ, കൊതുകിൽ നിന്നാണ് മലേറിയ വരുന്നത്. ഓക്കെ, അപ്പൊ അർജുനന് ഇങ്ങനെ എന്തു പറ്റി, മലേറിയ വന്നു. അപ്പൊ അർജുന്റെ അച്ഛൻ അവരോട് പറഞ്ഞു, മക്കളെ ഇത് നമ്മുടെ വീടിന്റെ ചുറ്റുപാടില് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വെള്ളം കെട്ടിക്കിടക്കും. അവരുടെ വീട്ടിലെ പ്രശ്നമല്ലായിരിക്കാം, ചിലപ്പോ അവിടുത്തെ പൊതു ഇതില് ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്നു, ഗവൺമെന്റ് റോഡൊന്നും വൃത്തിയാക്കുന്നില്ല, അത് വെള്ളം കെട്ടിക്കിടക്കുന്നു, അവിടെയൊക്കെ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് അത് വരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഇവര് എന്ത് ചെയ്തു, മോഹനും അഭിജിത്തും സ്കൂളിൽ ചെന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ ഫ്രണ്ട്സിലൊക്കെ അവിടെ വന്നിട്ട് അവിടുത്തെ ടീച്ചേഴ്സിനോട് പറഞ്ഞു. ടീച്ചേഴ്സ് എന്ത് ചെയ്തു, നേരെ അവിടെ എന്നിട്ട് ചുറ്റും മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു.
അപ്പൊ അവര് ചെയ്തത് അവരുടെ സുഹൃത്തിനെ രക്ഷിക്കാനും അവരുടെ സുഹൃത്തിന്റെ ആ അസുഖമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ്. പക്ഷെ അവര് ചെയ്തത് ക്ലീൻലിനെസ് ആണ്. അപ്പൊ ഒരു ക്ലീൻലിനെസ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ നന്മകളും നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു കഥയിൽ നിന്ന് അല്ലെ നമുക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് എന്താ ഈ കഥയിൽ നിന്ന് മനസ്സിലായത്? ഒരു മോറൽ കോൺഷ്യസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഈ കഥയിൽ നിന്ന്? ഒരു മോറൽ എന്തെങ്കിലും പറയാമോ? എന്താ ഈ കഥയിൽ മനസ്സിലായത്? ചുറ്റുപാടും ശുദ്ധീകരിക്കണം. ചുറ്റുപാട് ശുദ്ധീകരിക്കുക. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാമോ? ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? വേറെ ആരെങ്കിലും പറയാമോ? വേസ്റ്റ് പുറത്തിടരുത്. വേസ്റ്റ്. അതെ, പ്ലാസ്റ്റിക് സംഭവങ്ങളൊന്നും നമ്മൾ പുറത്തിടരുത്. വേറെ എന്തൊക്കെയാ? വീടും പരിസരവും ക്ലീനിങ്. അതെ. വീടും പരിസരം. ഈ വെള്ളം ഒന്നും പരിസരങ്ങൾ വൃത്തിയാക്കണം. ഓക്കെ. പറഞ്ഞോളൂ. വേറെ പറഞ്ഞോളൂ. കത്തിക്കരുത്. എന്താണ്? പ്ലാസ്റ്റിക് കത്തിക്കരുത്. ഗുഡ്. പ്ലാസ്റ്റിക് കത്തിക്കരുത്. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പ്ലാസ്റ്റിക് കത്തിക്കരുത്, നമ്മൾ പുറത്ത് വലിച്ചെറിയരുത്, വെള്ളം കെട്ടിക്കിടക്കരുത് അല്ലേ? വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? പോയിന്റ്സ് പറയാനുണ്ടോ? കൂടെ ആഡ് ചെയ്യാനുണ്ടോ? എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാട്ടോ. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിപ്പോ ഈ ഒരു പറഞ്ഞോളൂ. പാത്രത്തില് കൊതുക് മുട്ടയിട്ടതൊക്കെ മാറ്റിക്കളയണം. അതെ. അത് വളരെയധികം ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മൾ മഴ ശരിയാണ്. ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതാണ് നമ്മൾ മെയിൻലി പഠിച്ചത്. മലേറിയ വന്നത് കൊതുകും കൊണ്ടാണ്. ഓക്കെ അല്ലെ? അപ്പൊ കൊതുക് വളർന്ന ഇപ്പൊ എന്താണ്, ഇങ്ങനെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ മുട്ടയിട്ട് അത് ഇങ്ങനെ ലാർവയായിട്ട് വന്ന് പിന്നെ അതിൽ നിന്നാണ് കൊതുകൾ വരുന്നത്. വെള്ളം ഇങ്ങനെയൊക്കെയാണ് കെട്ടിക്കിടക്കരുത്. ഈ വീട്ടിലൊക്കെ റബ്ബർ തോട്ടമൊക്കെ ഉള്ളവരുണ്ടാവില്ലേ? അപ്പൊ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ അതിൽ നിറഞ്ഞു കിടക്കും. അതൊക്കെ ഒന്ന് താത്തി വെക്കണം. വീട്ടിലുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? അതിങ്ങനെ ചിരട്ടയായിട്ട് ഇങ്ങനെ കിടക്കണ്ടാവും. അതെപ്പോഴും നമ്മള് ഇപ്പൊ റബ്ബറിന്റെ പാല് ഊറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ തിരിച്ച് വെക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം വെള്ളം നിറഞ്ഞ് അവിടെ മൊത്തം മുട്ടയിട്ട് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എപ്പോഴും നമ്മൾ റബ്ബർ വെട്ടത്തില്ല. അതുകൊണ്ട് അപ്പൊ റബ്ബർ വെട്ടാത്ത സമയത്ത് ഇങ്ങനെ നേരെ തിരിച്ച് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഇങ്ങനെ കണ്ടെയ്നേഴ്സ് ഒന്നും ഇങ്ങനെ പുറത്ത് വെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന് ഇപ്പോ അവിടെ വെള്ളമൊക്കെ കെട്ടിയെടുക്കണം. അവരൊക്കെ ഓയിൽ ഇട്ടാൽ നല്ലതായിരിക്കും. ഓയിലൊന്നും ഈ ഒരു ഇത് വളരത്തില്ല. ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിക്കണം. അപ്പോ നിങ്ങൾ ഇന്ന് എന്താ പഠിച്ചത്? ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഓക്കെ ആണോ? എന്താ ഇന്ന് പഠിച്ചത്? ഇഷ്ടപ്പെട്ടു സാറേ. നാളെ എന്താ സാറേ ക്ലാസ്? ക്ലീനിങ്ങിനെ കുറിച്ച്, ഹെൽത്തിനെ കുറിച്ച്. ഞാൻ പറയാം. ഓക്കെ. അതിനെ കുറിച്ച് ക്ലീനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ക്ലീനിങ്, ഹെൽത്ത്, ക്ലീനിങ്, എക്സസൈസ്. എന്തോരം ആഹാരം കഴിക്കണം. അപ്പൊ നമ്മള് സ്വച്ഛ് ഭാരത് അഭിയാൻ അല്ലേ? വേറെ എന്തെങ്കിലും എന്താ പറഞ്ഞത്? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആഡ് ചെയ്യാനുണ്ടോ? വീടും പരിസരവും വെള്ളം ചൂടാക്കി കുടിക്കണം. ഓഫ് കോഴ്സ്, വെള്ളം ചൂടാക്കി കുടിക്കണം. അപ്പൊ വെള്ളം ചൂടാക്കണം എന്തുകൊണ്ടാണ്? നമ്മൾ ആ ഒരു കീടാണുക്കളൊക്കെ ഒന്ന് നശിച്ചു പോകാനായിട്ടാണ് അല്ലെ? വെള്ളം ചൂടാക്കണം. വെള്ളം അതുകൊണ്ട് നമ്മൾ ചൂടാക്കിയാണ് എപ്പോഴും കുടിക്കാവുള്ളൂ. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഇന്ന് പറയാൻ പല കാര്യം. എന്താണ്? പറഞ്ഞോളൂ. ആവി പിടിക്കണം. അപ്പൊ ഓക്കെ. ആവി പിടിക്കുക, ഗാർഗിള് ചെയ്യുക. അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ? ഈ മഞ്ഞളൊക്കെ ഇട്ട് ഗാർഗിള് ചെയ്യലും പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ ആവി പിടിക്കുന്നതൊക്കെ നമ്മുടെ ശ്വാസത്തിന് നല്ലതാണ്. നല്ല ക്ലീൻ ആക്കും. നമ്മുടെ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്കൊക്കെ പോകും. നമ്മൾ പെട്ടെന്ന് നീരുവഴിച്ച കഫക്കെട്ട് വരുമ്പോൾ അത് ഒറ്റയടിക്ക് പെട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സമയം ആ ഒരു ക്ലീൻലിനെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഒരു 2-3 ദിവസത്തെ വരാൻ പോണ നമ്മുടെ അസുഖം മാറ്റാൻ പറ്റും. അത് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ചീറ്റലോ തുമ്മലോ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലുള്ള ചീറ്റലോ തുമ്മ അത് മൊത്തം വാഷ് ബേസിൽ തുമ്മി കളയുകയാണെങ്കിൽ പിന്നെ നമുക്ക് 2-3 ദിവസത്തെ നമ്മൾ അസുഖം വരാനുള്ള ചാൻസസ് കുറയും. അപ്പോ അങ്ങനെ ക്ലീൻലിനെസ് പോകട്ടെ. അപ്പം ക്ലീൻ ആവുക, നമ്മുടെ സൊസൈറ്റി നന്നായിട്ട് കൊണ്ടുപോവുക. ഓക്കെ. അപ്പോ
അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക വേറെ എന്തൊക്കെ ക്ലീൻനെസ് വേറെ എന്തൊക്കെ ഇപ്പൊ ഇടാം എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, അത്രയും ചെയ്താൽ മതി. ആലോചിച്ചിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ പറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഇപ്പോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പിന്നെ കാണാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ താങ്ക് യു സാർ. ഓക്കെ ബൈ ബൈ. താങ്ക് യു സാർ. ഓക്കെ താങ്ക് യു. സാർ ലെഫ്റ്റ് ആയിക്കോട്ടെ. ലെഫ്റ്റ് ആയിക്കോളൂ, ലെഫ്റ്റ് താങ്ക് ആയിക്കോളൂ. യു സാർ. ഓക്കെ താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു താങ്ക് യു. താങ്ക് യു സാർ. ബൈ. സാറേ പറഞ്ഞോളൂ. കട്ടായി പോയല്ലോ. അത് ലെഫ്റ്റ് ആയിക്കോളൂ, ക്ലാസ് കഴിഞ്ഞു. ഓക്കെ. എന്റെ കട്ടായി പോയി. ഞാൻ വിചാരിച്ചു അത് തന്നെ കട്ടായി പോയി. അല്ല ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു സാർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, വാട്സാപ്പിൽ ചോദിച്ചോളൂ. താങ്ക് യു സാർ. ഓക്കെ ബൈ. ഓക്കെ സാർ. ഓക്കെ ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ, എല്ലാവരും ലെഫ്റ്റ് ബൈ. ആയിക്കോളൂ. ലെഫ്റ്റ് ആയിട്ടില്ല കേട്ടോ.